ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ വയർ വലിക്കാൻ വേണ്ടിയിട്ടുള്ള തുറക്കാണ്. അപ്പോൾ വയർ വലിക്കണ രംഗങ്ങളൊന്ന് കാണാം. പിന്നെ ഇവിടെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ എല്ലാവരും ഇപ്പോൾ 2 GLCB ഒക്കെ വെച്ചിട്ടാണ്. ഒന്ന് നമ്മൾ സാധാ കറണ്ടിനും ഒന്ന് ഇൻവെർട്ടറിനും ആ രീതിയിലൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം അതിന് 2 LCB എത്രത്തോളം ഇതുണ്ട് എന്നുള്ളത് നമ്മൾ അത്ര ഒരു ഇത് പറയണില്ല. അവിടെ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ ഇട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ വയർ വലിക്കാൻ ക്ലീൻ ചെയ്ത് എല്ലാം റെഡി ആക്കി വെച്ചു. പിന്നെ സീലിംഗ് ഉണ്ട് കേട്ടോ. സീലിംഗ് അടിക്കാൻ വേണ്ടിയിട്ട് ഫ്രെയിമൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രെയിം ഇത് നമ്മളിവിടെ വയർ വലിക്കണത് വിൽവെക്സ് പറഞ്ഞൊരു കമ്പനിയാണ്. നല്ലൊരു കമ്പനിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിപ്പോ നമ്മള് 2, 3, 4, 5 വീടോളം ചെയ്തു. 5 വീടിന്റെ മുകളിൽ ചെയ്തു എൻ്റെ ഒരു ഇതില്. പിന്നെ നമ്മള് ഇതില് ഷെയർകേസിന്റെ അടിയിലൊരു DB സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു DB നമ്മള് ഇപ്പൊ വയർ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മെയിൻ DB. ഇവിടെ ശരിക്കും സെപ്പറേറ്റ് ഒരു DBയും കൊടുത്തിട്ട് നമുക്ക് ഇൻവെർട്ടറിന് LCB ഒക്കെ കൊടുത്താണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അതിന് അത്രത്തോളം ഞാൻ സപ്പോർട്ട് പറയണില്ല. എങ്കിലും ഈ ഒറ്റ DB തന്നെ നമുക്ക് കഴിയും. സെപ്പറേറ്റ് ഒരു അധിക ചെലവ് ഉണ്ടാക്കുക എന്നല്ലാതെ നമുക്ക് ഈ ഒരു DB തന്നെ 2 LCB വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇൻവെർട്ടറിനെ കൺട്രോൾ ചെയ്യാനും സാധാ കറണ്ടിനെ കൺട്രോൾ ചെയ്യാനും ഒരൊറ്റ DB തന്നെ കഴിയും. അതിന് സെപ്പറേറ്റ് വെക്കണം നിർബന്ധമൊന്നുമില്ല. എന്താ വെച്ചാൽ അത് വെക്കണ മുന്നേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബ്രേക്കർ കയറുന്ന രൂപത്തിലുള്ള DB എടുത്താൽ മതി എന്നുള്ളൂ. ഒരു 15 അല്ലെങ്കിൽ 20ന്റെ DB ആണ് നമ്മൾ വെച്ചിക്കണെന്ന് വെച്ചാൽ അതൊരു 28ന്റെ DB ആക്കുക. ഒരു 5 എണ്ണം 8 എണ്ണം കയറുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഉൾക്കൊള്ളാൻ കഴിയും. ഓക്കെ, അപ്പൊ അതിന്റെ രംഗം ഇനി വയർ വലിക്കുന്ന ഒരു മെത്തേഡ് കാണിക്കാം. പിന്നെ എന്താ വെച്ചാൽ നമ്മളെ വയറിങ്ങില് എന്താട്ടോ ഏറി എന്നാൽ ഈ ഒരു 4 വയറ് അല്ലെങ്കിൽ 3 വയർ ഈ പൈപ്പിൽ, ഇതിപ്പോ 1 ഇഞ്ചിന്റെ ഒരു പൈപ്പാണ്. 1 ഇഞ്ച് പറഞ്ഞാൽ 25 mm പൈപ്പാണ്. ആ പൈപ്പിൽ നമ്മൾ ഈ ഒരു 3 വയറ് വരുള്ളൂ. ആ രീതിയിൽ നമ്മൾ വലിക്കുക. അപ്പോൾ കുറേ പൈപ്പ് ഉണ്ട് കേട്ടോ. ഇത് ഫുള്ളും പൈപ്പാണ്. പിന്നെ സൈഡിൽ കൂടി വന്നിട്ടുണ്ട്, പിന്നെ താഴെ ഭാഗത്ത് കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഇതിലും പൈപ്പ് അധികം ആകാറ് നമ്മള് രീതി അങ്ങനെയാണ്. അതിന് നല്ല കറണ്ട് ബില്ലിൽ മാറ്റം വരിക എങ്ങനെയാ വെച്ചാൽ ന്യൂട്രലും ഫേസും നമ്മൾ സെപ്പറേറ്റ് വലിച്ചു കഴിഞ്ഞാലും നല്ല മാറ്റം കറണ്ട് ബില്ലിൽ വരും. അത് നമ്മൾ തെളിയിച്ചതാണ്. ഒരു വീട്ടിൽ നമ്മൾ അങ്ങനെ ചെയ്താണ്ട് തെളിയിച്ചതാണ്. സെപ്പറേറ്റ് ന്യൂട്രൽ വലിക്കുക, അതേമാതിരി ഫേസ് സെപ്പറേറ്റ് വലിക്കുക, പിന്നെ എർത്ത് ഫേസ് കൂടി വലിക്കുക എപ്പോഴും വലിക്കുമ്പോൾ. അതെന്താ ഇൻഡക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ട്രിപ്പും കാര്യങ്ങളും പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ലോക്കൽ വയറൊക്കെ അതവേ കയറി വന്നാലും നമുക്ക് പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് എർത്തിനെ അതിലെ തന്നെ വലിക്കണേ. ഫേസ് കൂടി തന്നെ വലിക്കണം. അപ്പൊ ആ രീതിയിൽ കാണാം.